അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറെ ഹബീബ് മജ്ലിസിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ധാരാളം പ്രേക്ഷകർ അത് കാണുന്നും അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് എല്ലാം നല്ലൊരു അമലായിട്ട് സ്വീകരിക്കട്ടെ, ആമീൻ. അതേപോലെ തന്നെ നൂറെ ഏർവാടിയെക്കുറിച്ച് പിന്നെ ഇസ്ലാമികപരമായിട്ടുള്ളൊരു കിസ് പോലെ പോള് ചെയ്തിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതെല്ലാം വളരെ കൂടുതൽ ആൾക്കാർ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാനെടുത്ത വിഷയം നൂറെ ഹബീബിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങന്മാർ. 3 ആൾക്കാരാണ് മെയിനായിട്ട് നൂറെ ഹബീബിൻ്റെ നേതൃത്വം, അല്ല 4 പേരാണ് നൂറെ ഹബീബിൻ്റെ നേതൃത്വത്തിലുള്ളത്. തുടക്കം എന്ന് പറയുകയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത്, ആരംഭിച്ചത് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞ നേതാവാണ്. അദ്ദേഹമാണ് നൂറെ ഹബീബ് മജ്ലിസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങി, അപ്പുറം അതൊരു വലിയ ലോകമായി മാറിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ മറ്റു 3 തങ്ങന്മാരാണ് പിന്നെ കൂടെ ഉള്ളത്. സഫിയുള്ള തങ്ങൾ, അതേപോലെ തന്നെ മുസ്തഫ തങ്ങൾ, പിന്നെ ഷാഹിദ് തങ്ങൾ. ഷാഹിദ് തങ്ങൾ പിന്നെ നൂറെ ഏർവാടി മജ്ലിസും നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഏതായാലും അപ്പോൾ മജ്ലിസ് തുടങ്ങിയ സമയത്ത്, വിമർശനങ്ങളുടെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം, കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഹാമിദ് തങ്ങളെ പാലക്കാടുള്ളൊരു പരിപാടിക്ക് എത്രയോ കോടികൾ പിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ആ ഒരു സംഭവത്തിലാണ് വൈറലായത്. പെട്ടെന്ന് ആ വൈറലായ സമയത്ത് തങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ വന്ന ഒരു ആക്ഷേപങ്ങളിൽപ്പെട്ട ഒന്നാണ് തങ്ങളല്ല എന്നുള്ളൊരു സംഭവം. നിരവധി ആളുകളാണ് ഇപ്പോൾ യൂട്യൂബിൽ ആ സമയത്തൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല, പല പല പുതിയ യൂട്യൂബ് ചാനലുകൾ, ഒരു 1000ഓളം ചാനലുകളിൽ തന്നെ തങ്ങളല്ല എന്നുള്ള വിഷയങ്ങൾ വന്നു. അതിന് തങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ടോ. അപ്പോൾ മൂപ്പരെ സിൽസില എന്ന് പറയുന്നതിന് ഫാമിലി, ഇപ്പോൾ വലിയ തങ്ങന്മാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സനദ് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും, ഉള്ളവരും ഉണ്ടാവും. വലിയ നിലയിൽ ആദ്യം മുതലേ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ല, അതെവിടെയാണ്? പിന്നെ മാത്രമല്ല, ഏത് കുടുംബമാണ് റസൂലുള്ളാഹിന്റെ നിറയെ കുടുംബങ്ങൾ കേരളത്തിലുണ്ട്, അതിൽ ഏത് കുടുംബത്തിലാണ് തങ്ങളുള്ളത്? അത് അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് ജമലുല്ലൈലിയാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് വന്നിരുന്നത്. അപ്പോൾ അത് എന്നിട്ട് ജമലുല്ലൈലി തങ്ങന്മാർ അത് സ്വീകരിച്ചിട്ടില്ല, അങ്ങനെ തങ്ങളെ നമ്മളെ കൂട്ടത്തിലില്ല, എന്തൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അതിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ തങ്ങളല്ല എന്നുള്ള പേരിൽ തങ്ങൾ കുറേ ബുദ്ധിമുട്ട് സഹിച്ചതാണ് ആ വിഷയത്തിൽ. പക്ഷേ ഏറ്റവും മികച്ചൊരു ആധാരമായിട്ട് വന്നുവിടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ തങ്ങളാണ്, അവർക്കറിയാം ഞാൻ തങ്ങളാണ് എന്നുള്ളത്, പക്ഷെ അതിന് ആധാരം എടുത്ത് കാണിക്കാനോ എടുത്ത് കയ്യിലില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ച് പോകുമ്പോഴാണ് നമുക്ക് ആ ആധാരം കാര്യങ്ങൾ നമുക്ക് വരുന്നത്, അഥവാ ആ തെളിവുകൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുക. ഒരു തങ്ങളായിട്ട് ജനിച്ചു, ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ടു, മാതാവ് മക്കളെ പോറ്റുന്നതിൻ്റെ ആ വിഷമത്തിലും തിരക്കിലും പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ തങ്ങളാണ്, അപ്പോൾ ഇതാണ് കബീല എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞോണൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്, ഇനി അതിനെ വിമർശിച്ചാലും വരണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പോകുമ്പോൾ, ജീവിത സാഹചര്യമായിട്ട് പോരാടി നിൽക്കുമ്പോൾ, ജീവിക്കാനുള്ള സാഹചര്യത്തിനോട് പൊരുതി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അന്ന് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഏറ്റവും മികച്ചൊരു ആധാരം, അഥവാ ഇതിനു മുമ്പ് ഞാൻ തങ്ങളെ കുറച്ച് ആൾക്കാർ പറയുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഏറ്റവും മികച്ച ആധാരം തങ്ങളുടെ നാട്ടുകാർക്ക് കറക്റ്റ് അറിയുന്ന ഫാമിലിയാണ്. തങ്ങളെ ഉപ്പാനെ അറിയാം, ഉപ്പാൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, ഉപ്പ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഉമ്മാനെ നല്ല അറിയാം. അതേപോലെ തന്നെ അറബിക്കളരിക്കൽ തറവാടിനെ കുറിച്ച് അറിയാം. അതാണ് തറവാടിൻ്റെ പേര്, അറബിക്കളരിക്കൽ തറവാട്ടിലെ മുത്തുമണികൾ. അതാണ് നൂറെ ഹബീബിൻ്റെ നേത്രപാഠവും വരുന്നത്. അപ്പോൾ ആ രൂപത്തിൽ അവർക്കെല്ലാം അറിയാം ആരൊക്കെയാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അവർ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളി. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോഴും അങ്ങനെ തങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും മോശമായ പേരിട്ട് വിളിച്ചിട്ട് ഈ യൂട്യൂബിൽ തങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോൻ്റെ ഏറ്റവും തമ്പനയിൽ എന്തായിരിക്കും നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇന്നലെയും കൂടി ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു മോശം വേർഡ് നമ്മൾ ആരും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ആ രൂപത്തിലുള്ളൊരു മോശം വേർഡ് ഉപയോഗിച്ചിട്ടാണ് തമ്പനയിൽ വരെ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്ക് അവർക്ക് അറിയാം, അന്വേഷിച്ചാൽ അത് മനസ്സിലാവും തങ്ങളാണെന്നുള്ളത്. പിന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ അറിയാമെന്ന് അവർക്ക് അറിയാം. അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയാണ്, സത്യം എന്നൊക്കെ മനസ്സിലാവുന്നില്ല. പക്ഷേ അവരതിന് തയ്യാറല്ല.
അങ്ങനെ അവർ തയ്യാറായി കഴിഞ്ഞാൽ അവർ വിചാരിച്ച രൂപത്തിലേക്ക് അവരെ കാര്യങ്ങൾ പോകൂല എന്നുള്ളത് കൂടിയാണ് സത്യം. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് പുറപ്പെട്ട് ആ രൂപത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാണ്, അതോ ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എന്താ ഇത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, എന്നിട്ട് അതിൽ കുറ്റം ഇങ്ങനെ പറയണം, ഓരോന്ന് കണ്ടുപിടിച്ച് അഥവാ ചിലപ്പോൾ അവരുടെ സ്വന്തം കണ്ടുപിടുത്തൊക്കെ വരും. അങ്ങനെ അതൊക്കെ സത്യമാണ് എന്ന് തെളിഞ്ഞു, അത് നമ്മൾ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, അങ്ങനെ നല്ല അയാൾ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ചെയ്തൊക്കെ ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തതാണ്, ഇനി ഞാൻ ചെയ്യൂല, സത്യം മനസ്സിലാക്കിയത് പറയും ചില ആളുകൾ. പക്ഷെ ചില ആളുകൾ അതിനും തയ്യാറാവില്ല. കുറേ ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില പത്രങ്ങളിൽ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ ചില വ്യക്തികളെ കുറിച്ച് വരും. പക്ഷെ പിന്നീട് അത് തെളിയിക്കപ്പെടും, അത് അയാൾ അങ്ങനത്തെ ആളല്ല, നല്ല മനുഷ്യനാണ്. പക്ഷെ അതിന് ശേഷം അങ്ങനെ വരുമോ, ഞങ്ങൾ പത്രക്കാർക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് ആരും വരാറില്ല. വളരെ ചുരുക്കം മാത്രമേ അങ്ങനെ പത്രത്തിൽ തെറ്റ് തിരുത്തിയതും മാപ്പ് ചോദിച്ചിട്ടും പത്രക്കാരിൽ പോസ്റ്റർ വരാറുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് ചില വ്യക്തികളും. ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ പറയുമ്പോൾ അബൂജഹലിനെ കുറിച്ച് പറയുന്ന പോലെ, അബൂജഹൽ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഏറ്റവും വലിയ ശത്രുവാണ് ജീവിതത്തിൽ. പക്ഷേ അബൂജഹൽ മരണസമയത്ത് പോലും റസൂലുള്ളാഹിനെ ഞാൻ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് മുഹമ്മദ് നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹൽ അവിടുന്ന് മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. പക്ഷേ അതേപോലെ കുറേ ശത്രു നേതാക്കന്മാർ ഇസ്ലാമിനെതിരെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ മൂസാ നബിൻ്റെ കാര്യത്തിലുള്ള ഫിർഔനും മറ്റുള്ള കുറേ ആൾക്കാരും, ആ ആൾക്കാർക്കൊക്കെ അവസാന സമയത്തും ഇസ്ലാമിലേക്ക് കടന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അഥവാ ഫിർഔന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അതോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് കെലിമ ചൊല്ലി രക്ഷപ്പെടുത്തി, വീണ്ടും അത് പഴയ സ്വഭാവം എടുത്തപ്പോൾ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വീണ്ടും കെലിമ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതോ ആ സമയത്തും അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അബൂജഹൽ അപ്പോഴും അതല്ല പറഞ്ഞത്, അപ്പോഴും ഞാൻ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് റസൂലുള്ളാഹിനെ എന്നാണ്. അപ്പം അതേപോലെ മനസ്സ് കണ്ട് കറുത്ത് ഒരു കോംപ്രമൈസും തയ്യാറാവാത്ത ആളുകൾ ഉണ്ട്. അപ്പം അവരെപ്പോലുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ നല്ലോണം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും അള്ളാഹു എല്ലാവരുടെയും ആക്തിപത്ത് നന്നാക്കി തരട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ തങ്ങളെ നാട്ടുകാർ പറയുന്ന കാര്യത്തിനെ കുറച്ച് വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് അത് കേട്ട് മനസ്സിലാക്കാം. മറ്റുള്ളവർക്ക് അഥവാ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കളെ കുറിച്ചിട്ട് ശരിക്കും താങ്കളെ നാട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. 2-3 ആൾക്കാരോട് എനിക്ക് എന്ത് ചെയ്യണം ചോദിച്ചറിയണം. നിങ്ങൾ വളരെ മോശമായ ഒരു മനുഷ്യരാന്നുള്ളതാണല്ലോ ജനങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഈ ഒരു ഷൂട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി വന്നത് താങ്കളുടെ നാടാണ്, അവർക്ക് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് വേണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമല്ലോ. ഒരു കാര്യം പാടെ പറയല്ലത്, ഈ ആക്രമിക്കുന്ന ആളുകൾ മുന്നിലെ മോശക്കാർ തന്നെ കേട്ടോ, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല, അവരും തിരുത്തൂല. നിങ്ങൾ പൈസ കൊടുക്കാതെ പിന്നെ എങ്ങനെ തിരുത്തും? അവർ പറഞ്ഞിട്ടുണ്ട്, അതവര് പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയെല്ലാം ആക്രമിക്കാൻ കഴിയോ അങ്ങനെ ഞങ്ങൾ ആക്രമിക്കും, എങ്ങനെയെല്ലാം നിർത്താൻ പറ്റൂ അങ്ങനെയൊക്കെ നിർത്തും. മനസ്സിലായില്ലേ? ഇവർ ആദ്യം വന്ന് 5 ലക്ഷം റുപ്യ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്റെ വാപ്പന്റെ ഇത് കൊണ്ടു നിൽക്കണമെന്ന്. ചോദിക്കാമല്ലോ, സ്വാഭാവികമായിട്ടും. ഇവിടെ പെറ്റു വളർന്ന ഒരാളാണ്, ഈ മഹലിന്റെ സെക്രട്ടറിമാരിലെ ഒരാളാണ്. ഞങ്ങൾക്കിപ്പോ തങ്ങളെ പറ്റിയിട്ട് വേറെ ഒരു ദുരുദ്ദേശം പറയേണ്ട ആവശ്യം. നാടാണോ ശരിക്കും? ഞങ്ങൾ കുട്ടിക്കാലം മുതൽ തങ്ങളെ വാപ്പാനും ഉമ്മാനൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഞങ്ങള്. 100% തങ്ങളാണ്. നേരത്തെ മാഷ് സൂചിപ്പിച്ച പുറത്ത് ജനങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം കുറച്ച് ആളുകൾ ചിത്രീകരിച്ചിരിക്കുന്നു വളരെ മോശമായ ഒരു മനുഷ്യനാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് തങ്ങളെ പറ്റി ഇതിലും വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഈ ബാക്കിൽ കാണുന്ന വീട്, ഈ മക്കള് തങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയക്കാമായിരുന്നു. ഞാൻ അതൊരു തവണ ചോദിച്ചാണ്. അതായത് പല ആളുകളും ആത്മീയതന്റെ ലെവലിലേക്കൊക്കെ സംസാരിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ. അത് എന്റെ വിഷയമേ അല്ല. ഞാൻ പറയുന്നത് പല ആളുകളും ഷോപ്പിംഗ് മാളുകളും മറ്റുള്ള മണിമാളികളും കെട്ടിപ്പൊക്കുമ്പോ പാവങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു വീട് വേണം, അത്താണിയില്ലാത്ത ആളുകളെ കൈ പിടിച്ചു ചേർക്കണം എന്ന് വിചാരിക്കുന്ന ഏറ്റവും നല്ല വലിയ മനസ്സാണ്. നിങ്ങൾ അതാ പറയുന്നത്, ജീവിച്ചിരിക്കുന്നതിന് തെളിവാണ് നിങ്ങളെ പുറകിൽ കാണുന്നത്. ഈ മക്കൾക്ക് ആരോരുമില്ലാതെ തങ്ങള് പ്രചരിപ്പിച്ച പ്രകാരം നിങ്ങൾ 4 മക്കള്, 3 കുട്ടികളും അരക്കുട്ടി വയറിലുള്ളവര്, വിധവയായ സ്ത്രീ, വാടക വീട്ടിൽ താമസിക്കുന്നു. യാതൊരു കഴിവില്ലാത്തൊരു തങ്ങളോട് പോയി പറഞ്ഞപ്പോൾ ഒരു തടസ്സവും പറയാതെ ഇങ്ങനത്തെ ഒരു വീട് 10-17 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്ന് സഹായിച്ച് ഈ മക്കൾക്ക് ഇതിവിടെ കടന്നുറങ്ങാം. ഇവരെ ജനങ്ങളെ സഹായിക്കാണ്, ഏതുവരെ സഹായിക്കും? ഞങ്ങൾക്ക് മഹലിൽ ഒരു പരിധി ഉണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ചാൽ എല്ലാവരും വിചാരിച്ചാൽ ഇതുമാതിരി സ്ഥലം വാങ്ങിച്ചു കൊടുത്ത വീട് കഴിയില്ല. തങ്ങളെ മഹലിലൊരാള് മുൻകൈ എടുത്തോണ്ട് മാത്രമാണ് ഇതിവിടെ നടന്നത്. ഇതിനൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് 100% തങ്ങളാണ് ഈ ഇത് ചെയ്യുന്നത് മുഴുവൻ. യാതൊരു പ്രചരണം മൂപ്പർ കാംക്ഷിക്കാതെയാണ് ചെയ്യുന്നത്.
ഇത് ഇതിന്റെ സത്യം. ഇത് ജനങ്ങൾ ശരിക്കും അല്ല, ഈ ഞങ്ങൾക്ക് നാട്ടുകാർ പറയണം. അത് നാട്ടുകാരായതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. കാര്യം ഞാൻ ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു മറുപടിയാണ് ഇത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരോടാണ് ഏറ്റവും നല്ലത് ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ നാട്ടുകാർ പറയുന്ന കേട്ടോ, ശരിക്കും ഇത് കേൾക്കണേ. പിന്നെ ഈ തങ്ങളെ ഇവിടെ ജീവിച്ചിരിക്കുന്നതിലെ വലിയൊരു തെളിവ്, ഞങ്ങളെ മദ്രസകളിലൊക്കെ ഞങ്ങൾ ലെഡ്ജർ വെക്കും. അതിൽ തങ്ങളെ വാപ്പ കയ്യും പിടിച്ച് ഈ പ്രായത്തിൽ മദ്രസയിൽ കൊണ്ട് ചേർത്തുമ്പോ സയ്യിദ് ആറ്റക്കോയ തങ്ങളതിന് രജിസ്റ്റർ കണ്ണിൽ കണ്ട ആളാണ് ഞാൻ. തങ്ങളല്ലാന്നുള്ളതിന് ഇതിൽ വലിയ ആണ എന്നുള്ള ഇതിൽ വലിയ തെളിവ് എന്താ നിങ്ങൾക്ക് തരുന്നത്? അപ്പൊ ഇതാണ് ഇതിന്റെ സത്യം. പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി നല്ല കായികത മൂച്ചിയിലെ കല്ലെറിയുള്ളൂ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഈ പൈസ ആർക്കും കൊടുക്കാതെ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും ഷോപ്പിംഗ് മാളുകളൊക്കെ എവിടെ എത്തും, എവിടെ എത്തിയിരുന്നു. എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം ആനമൂളി ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയിട്ട് ആനമൂളി എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വാപ്പയായിട്ട് താമസിച്ചിരുന്നത്. എനിക്കൊരു 60 വയസ്സായി. ഇദ്ദേഹത്തിന്റെ വാപ്പാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്റെ ചെറിയൊരു ഗുരുവും കൂടിയാണ് അദ്ദേഹം. എനിക്ക് മൗലൂദൊക്കെ പഠിപ്പിച്ചതും കൂടി അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഉമ്മാനെ ആറ്റബീവിനെ എനിക്കറിയാം. അറബിക് കളരിക്കൽ ആറ്റക്കോയത്താക്കൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ വാപ്പ. കണ്ടിട്ടുണ്ട്. ഒരു സംശയമില്ല. ഞങ്ങളുടെ പള്ളിയുടെ ആനമൂളി മഹലിന്റെ നിരന്തരം പ്രസിഡന്റായിട്ട് ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ബാപ്പ. അദ്ദേഹം എന്റെ ഗുരുവും കൂടിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പിന്നെ മെമ്പർമാരായിട്ടും അന്നത്തെ അദ്ദേഹത്തിന്റെ വാപ്പ അവിടെ കമ്മിറ്റിയിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ സാമ്പത്തികമായിട്ട് കുറച്ച് പരാധീനത വന്നപ്പോൾ അവർ 10-12 ഏക്കറും സ്ഥലം ഇപ്പോഴും നിലവിൽ കിടക്കുന്നുണ്ട്. അവർ ആ സ്ഥലം അവിടെ നിട്ടിട്ട് മണലടിക്ക് ചേക്കേറി. പിന്നെ അപ്പോൾ മനുഷ്യനല്ലേ അദ്ദേഹം. പിന്നെ സാമ്പത്തികമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഇവിടെ വെച്ചിട്ട് മരിക്കുകയും ഈ കുട്ടികളന്ന് ഇദ്ദേഹമൊക്കെ ചെറിയ കുട്ടികളാണ്, വളരെ ചെറുതാണ്. ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തെ പ്രസവിച്ചത് പോലും സംശയമുണ്ട്. ഇദ്ദേഹത്തിന്റെ പെങ്ങന്മാർ റഹ്മത്ത്, മിന്നത്ത്, അങ്ങനെ അവരെല്ലാവരും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ കളിച്ച് നടന്നത് ഞങ്ങളുടെ പെങ്ങന്മാരെ പോലെ കളിച്ചു നടന്ന കുടുംബമാണ്. അപ്പൊ ഇയാൾ തങ്ങളല്ല എന്നൊരു റൂമറുണ്ട്. അതിന് രക്ഷയൊന്നുമില്ല. ഇദ്ദേഹത്തെ കയറി ആക്രമിക്കുന്നതിന് പറയാനുള്ള ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അതിന് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിർവാഹമൊന്നുമില്ല. ഇയാളെ യൂറോപ്പിൽ ഒരുപാട് പെൺകുട്ടികൾ. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു 5 പവന്റെ പെൺകുട്ടി ഒരു സ്വർണം ഒരു റഹ്മത്ത് എന്ന് പറയുന്ന ഒരു കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്തു. തങ്ങൾ കൊടുത്തതാണ്. ഇപ്പൊ ഈ വീട് പണിയെടുത്ത ആള് ഞാനാണ്. ഇവർ പറയുന്നതല്ലോ ശരി. 11,52,300 ഉറുപ്പി എനിക്ക് ഈ വീടിനും അതോടുകൂടി എന്റെ പോക്കറ്റ് മണിയായിട്ട് ഒരു 500 ഉറുപ്പി ഇവിടുന്ന് ഇറങ്ങിപ്പോയി ചായക്കും തന്ന ആളാണ്. ഈ വീട് പണിയെടുത്ത ആളാണ് ഞാൻ. ഇദ്ദേഹം 100% തങ്ങളാണ്. ഇദ്ദേഹം മദ്രസ ശുശ്രൂഷ രംഗത്തും ഈ പാവങ്ങളെ കെട്ടിക്കുന്ന രംഗത്തും ഈ അനാഥകളെ സംരക്ഷിക്കുന്ന രംഗത്തൊക്കെ മുൻപന്തിയിലാണ്. അദ്ദേഹത്തിനോട് അസൂയ മൂത്തവർ ഇവർക്ക് എന്തും പറയാം. അതിന് പിന്നെ നിർവാഹമില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു താമസക്കാരനാണ്. ഒരു 30 വർഷമായിട്ട്. എന്താണ് അതുവരെ ഞാൻ മണ്ണാർക്കാടാണ് താമസിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പ കൊടുത്തൊരു ശരിക്കും പ്രേക്ഷകർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് ഒരു വീടിന്റെ ഉദ്ഘാടനത്തിലാണ്, വീടിന്റെ പാലുകാച്ചലിലാണ് ഇത്തരം ഒരു സംഭവം എന്നുള്ളതാണ് സംസാരിക്കുന്നത്. ശരിക്കും ആറ്റക്കോയത്തങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലല്ല. അത്രയും ആക്രമണം, അതായത് നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടതുണ്ട്. കാര്യം നമ്മളൊക്കെ ആക്രമിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യാവസ്ഥകളൊന്നും പുറത്തറിയരുത്, ഞങ്ങൾ ആക്രമിക്കുന്നതാണ് ശരി എന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ പല ആളുകളും വിചാരിക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂസുകൾ ചെയ്യണം, ഞാൻ എന്ത് ന്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്, നിങ്ങളല്ല. അതായത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഹോൾഡ് വ്യൂസും ഒക്കെ ഉണ്ടോ, അതൊക്കെ നിങ്ങൾ അങ്ങനെ ഇരുന്ന് ചിലച്ചുകൊണ്ടിരിക്കുക. എന്ത് ന്യൂസ് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കും. എന്നെ ആരും പഠിപ്പിക്കണ്ട. പറയാം. നമ്മൾ മൂപ്പരെ വാപ്പ ഞങ്ങൾ ആയിട്ട് ഞാനുമായിട്ടും തന്നെ ചെറുപ്പത്തിൽ, ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് ഞാനും എൻ്റെ വാപ്പാൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഞാനുമായിട്ടും തന്നെ ചെറുപ്പത്തിൽ ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ മകൻ കുഞ്ഞിക്കോയ തങ്ങൾ പിയ്യട മരിച്ചു, ഒരു ജ്യേഷ്ഠൻ. അവർ നമ്മളുടെ പാർട്ടിയിലും ഞാനുമായിട്ട് അടുത്ത ബന്ധമുള്ളതും ഞങ്ങൾ നിരന്തരം ഒരു കുടുംബാംഗത്തെ ഇത് തന്നെയാണ് വീട്, തൊട്ട വീട്, അവിടെ താമസിച്ചിരുന്നു. പിയ്യടയുടെ അടുത്താൾ മരിച്ചു. അപ്പോൾ ഈ കുടുംബം ഒരു വാപ്പയായിട്ടും ഒരു ഏട്ടന്മാരായിട്ടും ഒക്കെ ഞങ്ങൾക്ക് നിരന്തര ബന്ധമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഖബർസ്ഥാൻ ഇവിടെ തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരാറുണ്ട്, കാണാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് മാത്രമല്ല, ചാരിറ്റി ചെയ്യുന്ന മുന്നോട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപാട് ആളുകൾ എതിരാണ്. അത് എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ബ്ലാക്ക് മെയിലിംഗ് ആണ്. ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ വന്ന 5 ലക്ഷം രൂപ തന്നാൽ ഞങ്ങളിത് നിർത്താമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുക, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുക എന്നതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ അന്നതിൻ്റെ കുറ്റടിക്കിൽ ഇവിടെ വന്ന് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ വന്നത് കുറ്റടിക്ക്. അങ്ങനെ വന്ന അതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പല അക്രമങ്ങളുണ്ടായത്. അതായത് ഈ വീഡിയോ കൊണ്ടുവരാൻ കാരണം കഴിഞ്ഞ തവണ ഒരു വീടിന്റെ കുറച്ച് ബൈറ്റുകൾ അടുത്തായിരുന്നു. അവരോട് പറഞ്ഞത് ആ മഹല്ല് കമ്മിറ്റിയെ വിളിച്ച് പറഞ്ഞത്, ഓർക്കണം ഒരു കാര്യം, മഹല്ല് കമ്മിറ്റിയെ വിളിച്ചാണ് ഇവർ പറയുന്നത് ഇദ്ദേഹം ഫ്രോഡാണ്, ഒരു കാരണവശാലും ഏൽപ്പിക്കല്ലേ എന്ന് പറയും. ഇപ്പൊ ആ വീടിന്റെ 22 എത്ര ലക്ഷം രൂപ?
22 ലക്ഷം രൂപ കൊടുത്ത ആ വീട് എന്ത് ചെയ്തു? പണി കഴിഞ്ഞു. ആ കമ്മിറ്റിക്കാരുടെ നിലനിൽപ്പ്, ആ സ്ട്രോങ് ഉണ്ടല്ലോ, ഈ തങ്ങളിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ശരിക്കും അവിടെ നിർത്തിയത്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി 2 വീട്. അപ്പൊ ആ ഒരു വിശ്വാസമാണ് എന്തായത് ആ വീട് നിർമ്മിക്കാൻ കാരണമായത്. ഇല്ലെങ്കിൽ പകുതി വെച്ച് ഇട്ടിട്ട് പോയേനെ. അത് ആർക്കാ നഷ്ടപ്പെടുക അറിയോ? പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയാത്ത. അല്ല, ഇതില് നമ്മളുമായിട്ട് ചെറിയൊരു തർക്കമുണ്ടായി ചില ആളുകൾ, ഞാനുമായിട്ട് തന്നെ. അപ്പൊ അത് ഇതേമാതിരി ഉപകാരം ചെയ്യുന്ന പോലെ നാട്ടുകാർ കൊടുത്തിട്ടല്ലേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നാട്ടുകാർ കൊടുത്തിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് സഹായിക്കുന്ന ആളുകൾ കൊടുത്തിട്ട് തന്നെയാണ് വീട് വെക്കുക. നാട്ടുകാർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പ്രസന്റേഷൻ, അതായത് ജനങ്ങളുടെ മുന്നില് എന്താണ് എന്നുള്ളത് പറയുമ്പോഴാണല്ലോ. അല്ല, അത് പറയുന്നത് എന്താ വെച്ചാല്, ഈ ലൈവില് താങ്കൾ പറയും ഇങ്ങനെ എല്ലാ സ്ഥലത്ത് ഇത്ര മക്കളുള്ള ഒരു വീടുണ്ട്, അനാഥരാണ്, അവർക്ക് ഞാനൊരു വീട് വെച്ച് കൊടുക്കാൻ പോകുന്നു, അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ സ്വമേധയാ കൊടുക്കുകയാണ് സംഭാവന. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതാ ഞാൻ പറഞ്ഞു, സഹായിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല. സഹായിക്കുന്ന അങ്ങനെ വന്നപ്പോ ഇതേമാതിരി പിന്നെ എന്റെ അറിവ് ശരിയാണെങ്കിൽ മൂപ്പര് വയനാട് അവിടെ പിന്നെ വൈത്തിരി അടുത്ത ഭാഗത്ത് താമസം ഉണ്ടായിരുന്നു, തൊഴിലാളിയായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ, എനിക്ക് അങ്ങനൊക്കെ ഒരു കുടുംബം അവിടെ ഉണ്ട്. ഞങ്ങളുമായിട്ട് ആലോചിച്ചപ്പോൾ അവിടെ ഒരു പിന്നെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്നു കാര്യങ്ങൾ. അപ്പോൾ തങ്ങളായി ജനിച്ചു എന്നതുകൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പാൻറ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഗൾഫിൽ പോകാൻ പാടില്ല. സംഭവം പറയട്ടെ, നിങ്ങളൊക്കെ ഒരുപാട് വയസ്സുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്താ ചെയ്യുന്നു അറിയോ? ആക്രമിക്കാൻ വേണ്ടി പഴയ കാലങ്ങൾ എടുത്തുള്ള ചെയ്യാ. ഞാൻ ഇന്ന് എന്താണ്, ഇന്ന് ആർക്ക് ഉപകാരം ചെയ്തു എന്നുള്ളത് ആരും നോക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ആ കാലഘട്ടങ്ങളിൽ അധ്വാനിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല. തങ്ങന്മാർ പല തങ്ങന്മാരും എനിക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാരെ തങ്ങന്മാരെ അറിയാം. എന്റെ കൂടെ തന്നെ എന്റെ ജോലി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തങ്ങളുണ്ട്, ഒറിജിനൽ തങ്ങളാ. അത് അങ്ങോട്ട് അല്ല, എന്റെ തന്നെ ഈ മൂപ്പര ജ്യേഷ്ഠൻ തന്നെ എന്റെ കൂടെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്, കുഞ്ഞിക്കോയ തങ്ങൾ. അസുഖമായിട്ട് പെട്ടെന്ന് ക്യാൻസറായിട്ട് മരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾ. പിന്നെ എന്റെ കീഴിൽ ഇപ്പൊ തന്നെ നമ്മളെ കൊമരമുത്തൂർ തങ്ങളുണ്ട്, ഒരു ജോലിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നാട്ടുകാരുടെ ഇടയിൽ ഇതായിട്ട് നടക്കുന്നതാണ്. പക്ഷെ ഇതിങ്ങനെ രംഗത്ത് വന്ന് വേറൊന്നുണ്ടായെന്ന് വെച്ചാൽ പലവരും ലൈവ് ഉണ്ടാക്കിയിട്ടുണ്ട്, പലവരും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ കഴിയില്ല. പക്ഷെ കണ്ടമാനം ജനങ്ങൾ വന്നു, ലൈവ് വന്നു, കണ്ടമാനം സഹായങ്ങൾ കിട്ടലുണ്ട്. ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത് എങ്ങനെ ഇയാൾക്ക് വരുന്നത്? അതുകൊണ്ട് അയാൾക്ക് വേണ്ട, അയാൾ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാകുകയും ഇയാൾ പിന്നെ ഒരു വീടൊക്കെ ഇപ്പൊ എന്താ പറയുക, വീടൊക്കെ സുതാര്യമാണ്. ഞാൻ ഇവിടെ ഒരുക്കെ പോയി ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടു. ഞാൻ പലർക്കും അഭിപ്രായത്തിനെങ്കിലും ഞാൻ പോയി കണ്ടു, ലൈവിലൊന്നും ഞാൻ മാറി നിന്നു. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ, ബന്ധപ്പെട്ട ആളുകളൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരാണ്. ഒരാളെ നിർബന്ധിച്ച് നിങ്ങൾ ഇന്നത് തരാമെന്ന് പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ പൈസ എടുത്തിട്ട് ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൈക്കൂലി വാങ്ങുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പിന്നെ തങ്ങളല്ല എന്ന് പറയുന്നതോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഈ 2-3 മഹലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെറുപ്പം മുതൽ, അതായത് മൂപ്പര് പാപ്പ മരിച്ചതിന് ശേഷം ചെറിയ കുട്ടിയായി ഇവിടെ ഇതേമാതിരി എത്തീങ്ങാനിയിൽ, മണ്ണാർക്കാട് ദാറുൽ നജാത്ത് എത്തീങ്ങാന എന്ന് പറയുന്ന എത്തീങ്ങാനിൽ പഠിച്ച് അവിടെ നിന്ന് പഠിച്ചു എന്ന് താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലേ? ഉണ്ടല്ലോ. അപ്പോ അതല്ല, എത്തീങ്ങാനിൽ പഠിച്ചാൽ എങ്ങനെ ഒരു തങ്ങളാവാന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു മറുപടി ആട്ടോ ശരിക്കും. അല്ല, തങ്ങളായി എന്നുള്ളതുകൊണ്ട് എത്തീങ്ങാനിൽ പഠിക്കാൻ പാടില്ല, ഗൾഫിലേക്ക് പോകാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, ടാപ്പിംഗ് നടത്താൻ പാടില്ല, തേയില നുള്ളാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല. എന്തർത്ഥമുള്ളതെന്ന്? തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനാണ്. തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായി കണക്കാക്കുന്നേ ഉള്ളൂ. ബാക്കി മനുഷ്യരാണ്, നമ്മളെ പോലെയാണ്, സാധാരണക്കാരാണ്. അവരുടെ എല്ലാ നല്ലതും ഉണ്ടാവും, മോശവും അവർക്കുണ്ടാവും, ഒരു മനുഷ്യനായ രീതിയിലെല്ലാം തന്നെ. പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ, നല്ല കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാത്ത തങ്ങൾ എവിടുന്ന ഇതൊക്കെ ചെയ്യുന്നു എന്ന് വരുന്നത്. അപ്പോൾ തങ്ങളല്ല, സ്വന്തം നിലക്കല്ല യൂസഫ് അലി ഉണ്ടാക്കുന്നത് മാതിരി കോടികൾ ഉണ്ടാക്കിയിട്ട് ചെയ്യല്ല പറയണേ. ഇത് പാവപ്പെട്ട ആളുകളിൽ നിന്ന്, സാധാരണക്കാരായ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൊടുക്കുന്ന, അവരെ വീട്ടിൽ നിന്ന് എടുക്കുന്ന പണം കൊടുത്ത് ആ പണമാണ് ഇത് ചെലവഴിക്കുന്നത്. ആ പണമാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. അതല്ലാതെ ആരെയും പിന്നെ ആക്രമിച്ചിട്ടല്ല, ആരെയും കൊലപാതകം ചെയ്തില്ല, മന്ത്രവാദം നടത്തുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അതൊന്നും നമ്മളെ അറിവിലുണ്ടായിട്ടില്ല. പിന്നെ ചില ചികിത്സ ആളുകൾ വരുന്നവർക്ക് മരുന്ന് കൊടുക്കുക, കാര്യങ്ങൾ അതൊക്കെ എല്ലാവരും ചെയ്യുന്നവരാണ്. ഇവിടെ അല്ലാത്ത തങ്ങന്മാർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാത്ത എത്ര ആളുകൾ നമ്മൾ പോയാൽ കഴിയും. വയനാട് പോലത്തെ തന്നെ സ്ഥലത്ത് പോയാൽ കഴിയാം. നമ്മൾ ഇല്ലാത്ത വൈദ്യന്മാർ, ഇല്ലാത്ത ഡോക്ടർമാർ ബോർഡ് വെച്ച് എത്ര ആളെ നമ്മൾ പിടിക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നും സംവിധാനമില്ല. അതൊക്കെ പരിശോധിച്ചോട്ടെ. തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ ഇത് തെറ്റായി എന്തെങ്കിലും കണ്ടിട്ട് പരിശോധിക്കണമെങ്കിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞല്ലോ. അത്രയും കാര്യങ്ങളുണ്ട്. അത്രയും കാര്യങ്ങളിലൊന്നും നമുക്കൊരു അക്രമമില്ല. നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? നമ്മൾ ഈ നാട്ടുകാരനാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് തങ്ങളല്ല എന്ന് പറയുന്നത് ഇവിടെ പറ്റും. ഞങ്ങളുടെ മഹലിൽ പറ്റും. ഞങ്ങളോട് ചോദിക്കട്ടെ, ഇത് ഞങ്ങൾ ഇവിടെ പെറ്റ് വളർന്ന്, ഞങ്ങളുടെ കുട്ടിയായി ഇവിടെ വളർന്ന് ഇവിടെ പഠിച്ച കുട്ടി തങ്ങളല്ല എന്ന് പറയുന്നവർക്ക് എന്താ എത്ര ഇത്? അവരിവിടെ പറ്റ, നേരിട്ട് പറ്റ, അവരിവിടെ നടന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അത്രയോളം പറയാനുള്ളൂ. തങ്ങളല്ല എന്ന് പറയാൻ പാടില്ല, തങ്ങൾ തന്നെയാണ്. അപ്പോ ഈ ഒരു വീഡിയോന്റെ ഒരു അടിസ്ഥാനം ശരിക്കും എന്നെ ആക്രമിച്ചതിന്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ആരാണെന്ന്
ജനങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റക്കോയ തങ്ങളുടെ വഴികളും ആറ്റക്കോയ തങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ ജനങ്ങൾ, ഇവിടുത്തെ അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ജനങ്ങൾ പറയുന്നത് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.